വർഷങ്ങൾ ഭയങ്ങൾ തീരെ നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. കടക്കെണിയിൽ നിന്നും കോടീശ്വര പദവിയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ ഒരു സമയം ഈ നക്ഷത്രജാതകർക്ക് വളരെ അനുകൂലമാണ്. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് ഉയർച്ചയിൽ എത്തും ഈ നക്ഷത്രജാതകർ. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച, ഒരുപാട് പേരിൽ നിന്നും അപമാനം സഹിച്ച ഈ നക്ഷത്രജാതകർക്ക് ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ്, നന്മയുടെ കാലഘട്ടമാണ്. സമയം തെളിയുന്നു. ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകും. ഇവരെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ഇവർ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്, ഒരുപാട് സങ്കടങ്ങൾ മനസ്സിൽ പേറി ജീവിക്കുന്നവരാണ്. ഇവർക്ക് സകല സൗഭാഗ്യവുമുണ്ട്. എന്നാൽ ചില ഗ്രഹദോഷങ്ങളും ഇവരുടെ പൂർവികർ പണ്ട് ചെയ്ത ചില പാപങ്ങളുടെ ഫലമാണോ ഇവർ അനുഭവിക്കുന്നത് എന്ന് ഇവർക്ക് തന്നെ ചില സമയത്ത് തോന്നിപ്പോകുന്നു. ചില സമയങ്ങളിൽ ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറും. ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധിയിലെത്തുവാൻ സാധിക്കും. ഇവരുടെ കടങ്ങളൊക്കെ മാറും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദോഷ സമയമുണ്ട് എങ്കിൽ തീർച്ചയായും ആ ദോഷ ശമനത്തിനായി ചില പരിഹാരങ്ങളുണ്ട്. ഈ പരിഹാരങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. നമ്മളെ രക്ഷപ്പെടുത്തും. ഈശ്വരൻ നമ്മെ രക്ഷപ്പെടുത്തും, ഉറപ്പാണ്. നമുക്ക് ഭാഗ്യമില്ല, നമുക്കൊരു രീതിയിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ നാളത്തെ ദിനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരൻ കരുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എടുക്കുന്ന തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വിജയത്തിൽ എത്തണമെന്ന ദൃഢനിശ്ചയവും അത് പൂർത്തീകരിക്കാനുള്ള മനസ്സും നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലെത്തുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരമുണ്ട്. പരോപകാരം ചെയ്യണം, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം, കഴിയാത്തവർ വീട്ടിൽ ശിവാരാധന നടത്തണം, നന്ദികേശനെ പ്രാർത്ഥിക്കണം, തിരുവണ്ണാമലയിൽ ദർശനം നടത്തണം, കാളഹസ്തീശ്വരനെ പ്രാർത്ഥിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോകണം. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ഒരുപാട് സമൃദ്ധി വന്നു ചേരും. താങ്ങാനാകാത്ത ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഒരു ₹1 നാണയം 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടിടുക. ഇട്ടതിന് ശേഷം ആ വഞ്ചിയിൽ ഇട്ടതിന് ശേഷം പ്രാർത്ഥന നടത്തുക. എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്നും ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കി തരിക. ഇതുമതി നിങ്ങളെ ഒരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ. ഈ ഒരു ലളിതമായ പരിഹാരം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഒത്തിരി സമൃദ്ധി വന്നു ചേരുന്ന, കടക്കെണിയിൽ നിന്നും കോടീശ്വര പദവിയിലെത്തുന്ന നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇവർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും. ഇവർക്ക് അകാരണമായ ഭയമുണ്ട്, അകാരണമായി ശണ്ട കൂടും. പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകളോട് കൂടുതൽ ഉറങ്ങാനോ വിശ്രമിക്കാനോ ഇവർക്ക് ആഗ്രഹം തോന്നും. ആഭരണങ്ങളൊക്കെ ഇനി ഇവർക്ക് ലഭിക്കും. ഇഷ്ടവസ്തുക്കളൊക്കെ ഇവർക്ക് ലഭിക്കും. ഒന്നിലും നഷ്ടം വരുത്താതെ ചെയ്യുന്ന കർമ്മമേഖല വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. വിചാരിക്കാത്ത അത്ര നേട്ടം ഇവർക്കുണ്ടാകും. കടം മാറി കോടീശ്വര പദവിയിലെത്തും ഈ നാളുകാർ. തെറ്റായ മാർഗത്തിലൂടെയും ശക്തിയും പ്രതാപവും പിന്തുണയും ആർജിക്കും. ഈ നക്ഷത്ര ജാതകരുടെ ജാതകപ്രകാരം രാഹുവിൻ്റെ അനുഗ്രഹത്താൽ പണം ഉണ്ടാകണം. ആ നക്ഷത്ര ജാതകർ ഇവരാണ്.
ഈ നക്ഷത്രജാതകർക്ക് ഇനി സമൃദ്ധിയാണ്, സന്തോഷമാണ്. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ നക്ഷത്ര ജാതകർക്ക് രാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്. അവിട്ടം, പൂരുരുട്ടാതി, രേവതി, മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളിൽ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് ശരിയല്ല. നക്ഷത്രനാഥനായ ആദിത്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം വെയിൽ ഏൽക്കുന്നത് നല്ലതാണ്. ഈ നക്ഷത്രജാതകർ ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ഒത്തിരി സമൃദ്ധി വന്നു ചേരും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം നിത്യേന പാരായണം ചെയ്യുക. അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് മനോവ്യാധ ഉണ്ടാകും, സൂക്ഷിക്കുക. ദാനധർമ്മം പാപങ്ങൾ അകറ്റാനുള്ള മാർഗമാണ്, അതൊക്കെ ചെയ്യുക. പയറ്, മഞ്ഞപ്പട്ട്, മഞ്ഞപുഷ്യരാഗം, നാരങ്ങ, സ്വർണം, ഉപ്പ്, പഞ്ചസാര ഇവ വ്യാഴത്തെ അനുകൂലിപ്പിക്കുന്ന ദാനവസ്തുക്കളാണ്. അവ ദാനം ചെയ്യണം. ഉത്തമ ഗണത്തിലൂടെ കോടീശ്വര യോഗത്തിലെത്തുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ഇവരാണ്: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പൂരം, ഉത്രം, അത്തം, വിശാഖം, ഉത്രാടം, അവിട്ടം, ചതയം, രേവതി. ഇവർക്ക് ഭാഗ്യം കൊണ്ട് ഇനി കോടീശ്വര പദവിയിലെത്തുവാൻ സാധിക്കും. എല്ലാ ദുഃഖങ്ങളും അകലും, എല്ലാ സങ്കടങ്ങളും മാറും. ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി കിട്ടും. എന്തു കൊതിച്ചാലും അതൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്കിനി കഴിയും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ദാനധർമ്മങ്ങൾ ചെയ്യണം. അശ്വതിക്കും, ഭരണിക്കും, കാർത്തികയ്ക്കും, രോഹിണിക്കും, മകീരത്തിനും, തിരുവാതിരയ്ക്കും, പൂരത്തിനും, ഉത്രത്തിനും, അത്തത്തിനും, വിശാഖത്തിനും, ഉത്രാടത്തിനും, അവിട്ടത്തിനും, ചതയത്തിനും, രേവതിക്കും ഇനി ഭാഗ്യം കൊണ്ട് നേട്ടങ്ങളാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി നിഴലിക്കും. ആഗ്രഹങ്ങളൊക്കെ നടക്കും. മനസ്സിൽ കണക്ക് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തുന്നത്. അപ്പോൾ തീർച്ചയായും ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കഴിയാത്തവർ വീട്ടിൽ ശിവാരാധന നടത്തുക. നന്ദികേശനെ പ്രാർത്ഥിക്കുക. തിരുവണ്ണാമലയിൽ ദർശനം നടത്തണം ഒരിക്കലെങ്കിലും. സ്ത്രീ കാളഹസ്തീശ്വരനെ പ്രാർത്ഥിക്കണം. കാളഹസ്തിയിലൊക്കെ പോകണം. രാഹു കേതു പൂജയൊക്കെ നടത്തണം. പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ ഒരു ഒറ്റ രൂപ നാണയമെടുത്ത് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ 3 തവണ തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം കൊണ്ടിടുക. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും, സമൃദ്ധിയിലെത്തും, സന്തോഷത്തിലെത്തും. ഇനി നിങ്ങളുടെ നാളുകളാണ്, നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. നന്ദി.